നമസ്കാരം. ഇനി എല്ലാ കണ്ണുകളും തമിഴ്നാട്ടിലായിരിക്കും. കാരണം തമിഴ്നാട്ടിൽ BJPയുടെ ദേശീയ നേതൃത്വം നിർണായകമായ ഒരു നീക്കം നടത്താൻ പോവുകയാണ്. തമിഴ്നാട്ടിൽ BJPയുടെ അധ്യക്ഷ പദവിയിൽ മത്സരിക്കാനില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ് നിലവിൽ അധ്യക്ഷൻ കെ അണ്ണാമലൈ. അതുകൊണ്ട് തന്നെ പുതിയ അധ്യക്ഷൻ ആര് എന്നത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ ചർച്ചകളുണ്ടാകും. തമിഴ്നാട്ടിൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വൻ വിജയം നേടാൻ വേണ്ടി നിലവിൽ BJP കേന്ദ്ര നേതൃത്വം നിലവിൽ ADMKയുമായി ഒരു കൈകോർക്കാനായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമിത്ഷായും DMKയിലെ നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ച നടന്നു. അവർ ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചൊരു സഖ്യമായി മത്സരിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ DMKയുടെ നിർദ്ദേശപ്രകാരം അണ്ണാമലയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ദേശീയ നേതൃത്വം മാറ്റുന്നതിന് മുന്നോടിയായി അമിത്ഷാ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും നിർണായകമായ കൂടിക്കാഴ്ചകൾക്കൊടുവിൽ അണ്ണാമലയ്ക്ക് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സ്ഥാനം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് BJPയുടെ പാർട്ടി ഘടകം തന്നെ അറിയിക്കുകയാണ്. 2021 കെ അണ്ണാമലൈ IPS പദവിയിൽ നിന്നും സ്വയം രാജിവെക്കുകയും ചെയ്ത് കൂടാതെ BJPയിൽ അംഗത്വമെടുക്കുകയും ചെയ്തത്. തുടർന്നാണ് അദ്ദേഹത്തെ കേന്ദ്ര നേതൃത്വം BJPയുടെ സംസ്ഥാന അധ്യക്ഷനാക്കുകയും ചെയ്തത്. ചെറിയ രീതിയിൽ ADMKയുമായി ഒരു ഉരസലുണ്ടായതോടെയാണ് കഴിഞ്ഞ വർഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തിന് മുമ്പ് NDA സഖ്യം വിട്ട് പുറത്തു പോവുകയായിരുന്നു. അണ്ണാമലൈ ആഭ്യന്തരമന്ത്രിയാകുന്നതോടെ നിലവിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ അഴിമതികളെല്ലാം പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ തമിഴ്നാട് നടന്ന മദ്യദുരന്ത അഴിമതികളെല്ലാം അണ്ണാമലൈ പുറത്തു കൊണ്ടുവരും. കൂടാതെ അണ്ണാമലൈ മന്ത്രിയാകുന്നതോടെ ഒരു അന്വേഷണം ഉണ്ടായാൽ സ്റ്റാലിനും ഉദയനിധിക്കുമടക്കം അതൊരു വലിയ തലവേദനയാകും. അവർ ഒരു അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം തമിഴ്നാട്ടിൽ DMK വലിയ രീതിയിൽ സ്പിരിറ്റ് മാഫിയകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിലവിൽ തമിഴ്നാട്ടിൽ നിന്നും L മുരുകൻ മോദി മന്ത്രിസഭയിൽ ഒരു അംഗമാണ്. അതുകൊണ്ട് തന്നെ കെ അണ്ണാമലയെ കൂടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് വഴി തമിഴ്നാട്ടിൽ നിന്നും 2 പേർക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ കൂടി പ്രാതിനിധ്യം ഉറപ്പിക്കാൻ BJPക്ക് കഴിയും. കൂടാതെ അണ്ണാമലയെ സംബന്ധിച്ച് വലിയ രീതിയിൽ അണ്ണാമലയ്ക്ക് ജനപിന്തുണ കൂടുതലാണ്. അണ്ണാമലയ്ക്ക് അന്ന് സ്റ്റാലിൻ അഴിമതി കാണിച്ച സമയത്ത് അണ്ണാമലയുടെ വസതിയുടെ മുന്നിൽ സ്വയം ചാട്ടവാർ ഉപയോഗിച്ച് ദേഹത്ത് അടിച്ചതും വലിയ രീതിയിൽ ജനപിന്തുണ വർദ്ധിക്കാനുള്ള സാഹചര്യം കൂടിയിട്ടുണ്ട്. BJP DMKയുമായി കൈകോർത്തതോടെ തമിഴ് മണ്ണിൽ ഇനി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ DMK നയിക്കുന്ന ഇന്ത്യ സഖ്യവും കൂടാതെ വിജയുടെ TVKയും ഒരു വലിയ രീതിയിൽ ശക്തമായ പോരാട്ടം നടത്താൻ BJPക്ക്, അതായത് അവർക്കെതിരെ ഒരു പോരാട്ടം നടത്താൻ BJPക്ക് കഴിയുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.